സച്ചി, ഇത്രയും കാലത്തിന് ശേഷം അവള് നിന്നെ കണ്ടെങ്കിൽ പോലീസല്ല പട്ടാളം നിന്നെ കൊണ്ടുപോയാലും ഭ്രാന്ത് പിടിച്ച പോലെ ഏത് ചങ്ങനെയും പൊട്ടിച്ചിട്ടായാലും അവള് നിന്റെ അടുത്തേക്ക് ഓടി വന്നേനെ. അങ്ങനെ തന്നെ അനുപേട്ട വന്നത്. അതിനിടയിലാ എന്നെ പോലീസ് പിടിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അവളുടെ പിന്നാലെ ചിലർ ഓടി വന്ന കാര്യം. അവരെല്ലാരും കൂടി ചേർന്ന് അർച്ചനെ പിടിച്ചു വലിച്ച് ബലമായിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് വിശ്വസിക്കൂ. ഞാൻ പറയുന്ന കള്ളമല്ല. പിന്നെ അവളെ എങ്ങോട്ട് പോയി മോനെ? അതമ്മേ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കാണും. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും വിശ്വാസമായില്ലല്ലേ? ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം എന്റെ അർച്ചനെ കണ്ടുപിടിക്കാൻ. അവളെ ആരൊക്കെയോ ചേർന്ന് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. അവളെന്നെ സച്ചിയേട്ടാന്ന് വിളിച്ച ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്ന കാഴ്ച ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നല്ല, ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ അർച്ചന തന്നെയാണത്. ഞാൻ കൊണ്ടുവരും അവളെ. സച്ചി മോനെ, നിക്ക്. മോനെ സച്ചി, വേണ്ട, നീ പോണ്ട. ഇല്ല, ആരും എന്നെ തടയണ്ട. അനുപേട്ട, എനിക്ക് പോയേ പറ്റൂ. മോനെ സച്ചി. സച്ചിയുടെ അപ്പ അവളുടെ അജ്ഞാതവാസകാലം അവസാനിച്ചു. അധികം താമസിയാതെ ഇവൻ അവളിലേക്കെത്തും, അതുറപ്പ്. ഇനി പേടിക്കാനൊന്നുമില്ല. സമൃദ്ധിയിൽ പഴയ ഓർമ്മകൾ ഒന്നും ഇപ്പോൾ ഇല്ല. പൂർണ്ണമായും അവള് ഗോകുലിന്റെ ഭാര്യ മാത്രമാണ്. മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതാമ്മ വിളിക്കാഞ്ഞത്. ക്ഷീണമൊക്കെ മാറിയോ? എനിക്കെന്താ പറ്റി? അല്ല, എന്തിനാ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്? ഗൗരിമോൾ എവിടെ? അതൊക്കെ പറയാം. ആദ്യം മോള് ഒരു ചായ കുടിക്കും. ഈ ഉറങ്ങി എഴുന്നേറ്റിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കുടിക്കും. ഗൂഗിൾ എവിടെ? ഓഫീസിൽ പോയോ? പിന്നെ പോകാതെ. ഇന്ന് കോടതിയില് ഏതോ വലിയ കേസിന്റെ വാദമുണ്ട്. നീ ഉണരുന്നത് നോക്കി കുറേ സമയം ഇവിടെ ഇരുന്നു. മോളുടെ തലവേദനയൊക്കെ മാറിയോ? എനിക്ക് തലവേദനയായിരുന്നു. പൊള്ളുന്ന ചൂടും കടുത്ത തലവേദനയായിട്ടാ മോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായോ? ഉണ്ടായോന്നോ? കൊള്ളാം, നല്ല കഥയായി. ഗോകുല് വരുമ്പോ ചോദിച്ചാ മതി ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന്. രണ്ടുപേർക്കും കൂടി ഇരുന്ന് പറഞ്ഞു ചിരിക്കാം. മുറിയില് ബോധം കെട്ട് വീണ നിന്നെ ഗോകുല് കോരിയെടുത്താ ഇവിടെ കൊണ്ടുവന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകൻ നായികയെ കയ്യിൽ കോരിയെടുത്ത് കൊണ്ടുവരുന്നത്. ഇതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. മതി, എന്തിനാ അതൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കുന്നത്? അല്ല, ഗൗരിമോള് സ്നാക്സ് വല്ലതും കൊണ്ടുപോയായിരുന്നു? ഓ, അതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോ ഗോകുലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പോയത്? ഗോകുലിന്റെ ഡ്രസ്സൊക്കെ ആരാ അയൺ ചെയ്ത് കൊടുത്തത്?
അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. നിനക്കൊരു ദിവസം വയ്യാതായെന്ന് കരുതി ഗോകുലിന്റെ കാര്യത്തില് ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തോ? സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ അമ്മയും സഹോദരിയൊക്കെ എത്ര നോക്കിയാലും അതൊന്നും ഒരു ഭാര്യയ്ക്കും തൃപ്തിയാവില്ല, അല്ലേ മോളെ? ചതിച്ചത് ഞാനല്ല, അവനാ, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗോകുൽ രാജ്. നമുക്ക് വേണ്ടി വാദിക്കേണ്ടവൻ കോടതിയിൽ സ്വന്തം ജൂനിയറായിരുന്ന ആരതി വർമ്മ ഇറക്കി സച്ചിയെ രക്ഷപ്പെടുത്തി. അവൻ കറുത്ത കോട്ടിട്ട ഹരിചന്ദ്രനാണെന്ന് ഞാൻ മേഡത്തിന് നേരത്തെ മുന്നറിയിപ്പ് തന്നല്ലേ? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീരവാദങ്ങൾ? അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയർ വേണം. അതെന്തിനാ നിങ്ങൾ ചോദിച്ചത്? എന്തായിരുന്നു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി? എന്റെ അമ്മാവനെ കൊന്ന കേസിൽ അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത് അവനെ ജയിലിലടയ്ക്കാമെന്ന് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ? പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. എന്നിട്ടാണോ അവൻ കോടതിയിൽ നിന്ന് ഈസി ആയിട്ട് ജാമ്യം വാങ്ങി ഇറങ്ങിപ്പോയത്? ആരൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും കോടതിയിൽ നിന്ന് അവൻ ജാമ്യം കിട്ടി ഇറങ്ങി പോകാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. പോലീസിന്റെ എഫ്ഐആറിൽ അവൻ രക്ഷപ്പെടാതിരിക്കാനുള്ള തെളിവുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഒരിക്കലും അവന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ചേർത്താണ് അവനെ ഞാൻ കോടതി കൊണ്ട് നിർത്തിയത്. പ്രോസിക്യൂട്ടർ അവന് ജാമ്യം കൊടുക്കരുതെന്ന് കോടതിയിൽ ഉറച്ചു വാദിച്ചിരുന്നെങ്കിൽ കോടതി ഒരിക്കലും അവന് ജാമ്യം അനുവദിക്കില്ലായിരുന്നു. അവനെതിരെ എന്ത് തെളിവാ നിങ്ങൾ ഉണ്ടാക്കിയത്? ആകപ്പാട കിട്ടിയത് 4 എല്ലും കഷ്ണവും ഒരു തലയോട്ടി. അതെന്റെ അമ്മാവന്റേതാണെന്ന് തെളിയിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ ഈസി ആയിട്ട് ഊരിപ്പോയത്. മേഡം, ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞ കേസിൽ നിന്നും വെറുതെ വിടുക എന്നല്ല അതിന്റെ അർത്ഥം.